അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫാക്റ്റാണല്ലോ. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ പറയാത്ത കാര്യങ്ങൾ വന്നതായി കൂട്ടിച്ചേർക്കപ്പെട്ടത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അവർ അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. ആ വിഷയം അവിടെ തീരുകയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിലും അല്ലാതെയും എല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ പത്രം വായിക്കുകയും ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളെല്ലാം അത്തരത്തിൽ ശ്രവിക്കുകയും കേൾക്കുകയും നമ്മൾ അതെല്ലാം കാണുകയും ചെയ്യുന്നവരും, പ്രത്യേകിച്ച് നമ്മൾ വളരെ ഈ രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ചിലർ പറയുമല്ലോ ഈ കമ്മ്യൂണലി സെൻസിറ്റീവ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറമായി നമ്മൾ പൊളിറ്റിക്കലി സെൻസിറ്റീവാണ് പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടും സ്വാഭാവികമായ ബന്ധമുണ്ടാകും. നമ്മളാരും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലല്ല. ഇപ്പോൾ തുടക്കം എന്തായിരുന്നു അജിംസിൻ്റെ? ഞാനീ ചൂണ്ടിക്കാണിച്ച മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിൻ്റെ തനി ആവർത്തനമായിരുന്നു CPIM സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷുടെ വാർത്താ സമ്മേളനം എന്നതാണ്. അപ്പോൾ എന്തായിരുന്നു വേണ്ടത്? ചില മാധ്യമങ്ങൾക്കെങ്കിലും, നമ്മുടെ ചില സുഹൃത്തുക്കൾ, ചില മാധ്യമ സുഹൃത്തുക്കൾക്കെങ്കിലും വേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭാഗികമായി ഖണ്ഡിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം എന്തോ പറയണം എന്നുള്ള നിലയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. ഇനി ഇത് പറഞ്ഞാലും വാർത്തയാണ്, പറഞ്ഞില്ലെങ്കിലും വാർത്തയാണ്. PR ഏജൻസി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നല്ല ഈ ഒരു പ്രത്യേക കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാധ്യമങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങത് ചോദിച്ചാൽ, ഞാനൊരു തൊഴിലുകൊണ്ട് അഭിഭാഷകനായ ഒരാൾ ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലൊരാളെ കുറ്റവിചാരണ ചെയ്യുകയാണ്, കൂട്ടിൽ കയറ്റി നിർത്തി കുറ്റവിചാരണ ചെയ്യുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു വിഷയത്തിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്, ചെയ്തോ ചെയ്തില്ലയോ എന്ന്, അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തുടർ ചോദ്യങ്ങളിലേക്ക് പോകാം. ചെയ്തില്ല എന്നാണ് എങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞൊരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അസന്നിഗ്ധമായി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പാർട്ടി കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇന്ന് വൈകുന്നേരമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് ചർച്ച ചെയ്യാം. ഒരു മാധ്യമം, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ദേശീയ ഡോക്ടറെ സമ്പത്ത് അങ്ങ് പറഞ്ഞു വരുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും ഒരു ഖേദം പോലും പ്രകടിപ്പിക്കാതെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ശരിയാണ് എന്ന് വല്ലാതെ ശാഠ്യം പിടിക്കുന്നവരുടെ ഇടയിൽ ഇരുന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉപചോദ്യങ്ങളില്ല, മറുചോദ്യങ്ങളില്ല. ഇതെന്ത് തരം ജനാധിപത്യ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ആ വന്നിരുന്ന രണ്ട് പേരാരാണ്? അത് ഒരാൾ സുബ്രഹ്മണ്യനാണ്, അത് പഴയ SFIക്കാരനാണ്, എനിക്ക് അറിയാവുന്ന പയ്യനാണ്. അയാളാണോ ഇനി ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയത്, ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അതിൽ മുഖ്യമന്ത്രിക്ക് പരാതിയൊന്നുമില്ല. അയാൾ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല 4 ദിവസമായിട്ട്. അപ്പുറം ആരായിരുന്നത്? മറ്റേ ആൾ ദി ഹിന്ദു പറയുന്നു അത് കൈസൻ എന്ന് പറയുന്ന ഏജൻസിയുടെ CEO ആണ്. മുഖ്യമന്ത്രി പറയുന്നു അത് അവരുടെ കൂടെ ആരോ വന്ന് കയറിയതാണെന്നാണ് പറയുന്നത്. ഇതിലൊന്നും ഉപചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? CPIM അങ്ങുമൊക്കെ? ഒറ്റ സെക്കൻഡ് ജിംസെ, ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ എൻ്റെ വീട്ടിലിരുന്നാണ് ഞാൻ ഇപ്പോൾ ഈ മീഡിയ വണ്ണിന് വേണ്ടി 9 മണി കഴിഞ്ഞ സമയത്ത് തിരുവനന്തപുരത്ത് കനത്ത മഴയത്ത് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ എൻ്റെ ചങ്ങാതിയോടൊപ്പം, അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയവും അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അപ്പോൾ താങ്കളോടൊപ്പം ഇത് നമ്മൾ ആയിരക്കണക്കിന് ഭവനങ്ങളിൽ പലരും ഇത് കേൾക്കുകയുമാണല്ലോ, ഇത് ഇങ്ങനെ ഓൺലൈനിൽ കയറി പോകുമല്ലോ. ക്യാമറയുമായി ഇവിടെ വന്ന 2 ചങ്ങാതിമാർ ആരാണ്, എവിടത്തുകാരാണ് എന്ന് ചോദിച്ചാൽ അവരുടേതായിട്ടുള്ള അലിജിയൻസ് എവിടെയാണ്, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വം എന്താണ്, ആരുടെ അങ്ങനെയൊക്കെ പറഞ്ഞുകളല്ലേ? ഡോക്ടറെ സമ്പത്തിനുള്ള പ്രിവിലേജ് അല്ല നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത്. മുഖ്യമന്ത്രിക്ക് നിങ്ങളാണ് അയച്ചത്. അദ്ദേഹത്തിന്